ഇന്നൊരു ഫുൾ ബിരിയാണിയിലുള്ളത് ഞാൻ പലതരം ഹോട്ടലിൽ പോയിട്ടാണ് ഇന്ന് വാങ്ങാൻ പോകുന്നത്. എന്നിട്ട് അത് വേറെ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചു നോക്കാം നമുക്ക്. ഞാൻ ആദ്യത്തെ ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ ഹാഫ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ വേറെ ഹോട്ടലിലേക്ക് പോയി. ഇവിടെ ഞമ്മ ഇപ്പൊ ചിക്കൻ കറി മേടിക്കാനാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കറി ഞമ്മ ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ കറി ആയിട്ട് തരില്ല പറഞ്ഞു പാർസല്. ആ ചേട്ടൻ എന്റെ അടുത്ത് ഓണറിന്റെ ചോദിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ഓണറിന്റെ ചോദിച്ചു. ചിക്കൻ കറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിലത്തെ ഓണർ എന്റെ പൈസയും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ കറിന്റെ. അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അടുത്തതായി അച്ചാറും കച്ചമ്പറും മേടിക്കുമ്പോഴാണ് ആ റൈസിൽ തന്നെ ഉണ്ടായിരുന്നത്. ഈ കടയിലത്തെ ഓണറിന്റെ ഞാൻ ചെറിയ യൂട്യൂബറാണ് പറഞ്ഞപ്പോൾ അതിന്റെ ബേസിക്കിലാണ് വീഡിയോ എടുക്കാൻ വന്ന് പറഞ്ഞായിരുന്നു എനിക്ക് കറി ഫ്രീ ആയി തന്നത്. വേറെ കടയിൽ പോയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ചിന്തിച്ചത്. നമ്മളൊക്കെ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലേ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവർക്ക് കുറെ പേരുണ്ട്. അപ്പൊ അറിയിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാം ഈ ഭക്ഷണം. ഈ വെയിലത്തെ സിഗ്നലിന്റെ അവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് ആ ചേട്ടന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും ചോദിച്ചു. കഴിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബിരിയാണി എടുത്ത് കൊടുത്തു. ഈ ചേട്ടനാണെങ്കിൽ കണ്ണ് ചെറിയ കാഴ്ച കുറവൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ആള് ലോട്ടറി ഒക്കെ വിറ്റ് നടക്കുന്നത്. ആളുടെ വീടാണെങ്കിൽ കാട്ടാൻ പറ്റുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അറിയിക്കുന്ന എത്തിക്കണം നമ്മൾ ഭക്ഷണം കൊടുത്ത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യാൻ